പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ദൈവദശകം എന്ന കൃതിയിലെ 8ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങും, അകമ്പുറ ഭേദമില്ലാതെ സർവത്ര നിറഞ്ഞു വിരാജിക്കുന്ന മഹിമാവാർന്ന നിൻപദം, മഹത്വത്തോടു കൂടിയ നിൻ്റെ പദവി അഥവാ നില ഞങ്ങൾ പുകഴ്ത്തുന്നു, ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. ഭഗവാനെ അങ്ങ് ജയിക്കുക. ഇത് വളരെ ലളിതമായ പദങ്ങൾ മാത്രം കോർത്തിണക്കി രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകമായതുകൊണ്ട് പദാനുപദ അർത്ഥങ്ങളെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഭഗവാനെ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം ഞങ്ങൾ പുകഴ്ത്തുന്നു, അങ്ങ് ജയിക്കുക. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം. ദൈവത്തെ ഭഗവാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ ഗുരു സംബോധന ചെയ്തിരിക്കുന്നത്. ഭഗവാൻ എന്ന പദം അത് വളരെ അർത്ഥഗർഭമായ ഒരു പദമാണ്. ഉൽപ്പത്തിയും പ്രളയം ചൈവ ഭൂതാനാമാഗതിയും ഗതിയും വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിധി എന്നാണ് ഭഗവാൻ എന്ന പദത്തെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നിർവചനമനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, വിലയം, ജീവജാലങ്ങളുടെ ആവിർഭാവം, തിരോഭാവം, വിദ്യ, അവിദ്യ എന്നീ 6 സമന്വയിക്കുന്ന സ്വത്വസ്വരൂപതയോടുകൂടിയവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ നില അഥവാ പദവി വാഗാതീത മഹത്വമുള്ളതാണ്. അകവും പുറവും എന്നീ പദങ്ങൾ യഥാക്രമം ആന്തരികവും ബാഹ്യവുമായ സത്താവിശേഷങ്ങളെയാണ് ദ്യോതിപ്പിക്കുന്നത്. ആന്തരിക സത്ത സൂക്ഷ്മവും ബാഹ്യസത്ത സ്ഥൂലവുമാണ്. പ്രാപഞ്ചികമായ സർവ്വതും പഞ്ചഭൂതാത്മകമാണ്. പഞ്ചമഹാഭൂതങ്ങളുടെ പ്രകർഷേണയുള്ള പഞ്ചീകരണമാണ് പ്രപഞ്ചത്തിനാധാരം. പ്രകർഷേണ ഉരുവപ്പെട്ട പഞ്ചം അഥവാ 5ൻ്റെ കൂട്ടം എന്നാണ് പ്രപഞ്ചം എന്ന പദത്തിൻ്റെ വാഗർത്ഥം. പ്രാപഞ്ചികമായ സർവത്തെയും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെ ഘടകങ്ങളായി ഇഴപിരിക്കാവുന്നതാണ്. ഭൂതഭൗതികതയിലെ ഖരാത്മകമായതെല്ലാം ഭൂമിയുടെ പരിധിയിൽപ്പെടുന്നവയാണ്. ദ്രവരൂപത്തിലുള്ളതെല്ലാം ജലത്തിൻ്റെയും വാതക രൂപത്തിലുള്ളതെല്ലാം വായുവിൻ്റെയും ഉഷ്ണരൂപത്തിലുള്ള സർവ്വതും അഗ്നിയുടെയും പരിധിയിൽപ്പെടുന്നു. പ്രാപഞ്ചികമായ സർവ്വതിനും സ്ഥിതി ചെയ്യാനുള്ള ഇടം പ്രദാനം ചെയ്യുന്നത് ആകാശമാണ്. അവകാശദാതൃ ആകാശ എന്നാണ് ആകാശം നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആകാശമെന്ന് പറയുന്നത് നമുക്ക് തലയ്ക്കുമീതെ കാണുന്ന മേഘാവൃതമായ ആ ഒരു മണ്ഡലമല്ല.
അത് അന്തരീക്ഷമണ്ഡലമാണ്. ആകാശമെന്ന് പറയുമ്പോൾ അത് ഈ വിശ്വവ്യാപ്തമായ വിശ്വത്തിലുള്ള സർവത്തെയും ഉൾക്കൊള്ളുന്ന, അല്ലെ വിശ്വത്തിലുള്ള സർവ്വതിനും സ്ഥിതി ചെയ്യാൻ ഇടം നൽകുന്ന വിശാലതയ്ക്കാണ് ആകാശമെന്ന് പറയുന്നത്. ബാഹ്യനേത്രങ്ങൾ കൊണ്ട് നാം കാണുന്ന വസ്തുക്കൾക്കെല്ലാം അകവും പുറവുമുണ്ട്. പുറം ബാഹ്യദൃഷ്ടികൾക്ക് ഗോചരവും അകം അഗോചരവുമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേയുള്ള കണ്ണുകൊണ്ട് നോക്കിക്കാണാവുന്നതാണ് വസ്തുക്കളുടെ പുറം. എന്നാൽ അതിൻ്റെ അകം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഒന്നുകിൽ അതിനെ കീറി മുറിച്ച് നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ അകക്കണ്ണുകൊണ്ട് ദർശിക്കണം. അകക്കണ്ണുകൊണ്ട് ദർശിക്കുക എന്ന് പറഞ്ഞാൽ പൂർവാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു വസ്തു കാണുമ്പോൾ അത് ഇന്നതാണ് എന്നും അതിനുള്ളിലും അതിൻ്റെ പുറത്തുമുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്നും നമ്മൾ അനുഭവത്തിലൂടെ അറിഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് നമുക്ക് പെട്ടെന്ന് അകക്കണ്ണിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു ചക്ക പ്ലാവിൽ പഴുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മണം ചുറ്റും പ്രസരിക്കും. അപ്പോൾ ആ മണം വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ചക്ക പഴുത്തു നിൽക്കുന്നുണ്ട്. അനുഭവസ്ഥരായ ആളുകൾക്ക് ആ ചക്കയുടെ മണം ആസ്വദിക്കുമ്പോൾ തന്നെ അത് വരിക്കച്ചക്കയാണോ കൂഴച്ചക്കയാണോ എന്ന് മനസ്സിലാവും. അത് പൂർവാനുഭവങ്ങളുടെ പൂർവാനുഭവങ്ങൾ എന്ന് പറയുന്നത് അറിവിൻ്റെ രൂപത്തിലാണ്. അതുപോലെ തന്നെ ഒരു ചക്ക കാണുമ്പോൾ തന്നെ അതിനകത്ത് ആവശ്യത്തിന് ചുളയുണ്ടോ, അതോ അത് ചകിടി നിറഞ്ഞതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണുവാനായി സാധിക്കും. അതുപോലെ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പുഴുക്കുത്തുടയെങ്കിൽ അതിൻ്റെ ഉള്ള് മോശപ്പെട്ടതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കുവാനായി സാധിക്കും. ഇതെല്ലാം പൂർവാനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള അറിവാണ്. അപ്പോൾ ഇപ്രകാരം ഈ ലോകത്തുള്ള സർവ്വതിൻ്റെയും അകവും പുറവും അത് നമുക്ക് അറിയാനുള്ള സിദ്ധിയുണ്ട്. ആ സിദ്ധി എന്ന് പറയുന്നത് ദൈവിക പ്രഭാവമാണ്, അറിവിൻ്റെ പ്രഭാവമാണത്. വസ്തുക്കളുടെയും വസ്തുതകളുടെയും അകവും പുറവുമായി പിരിഞ്ഞു വർത്തിക്കുന്ന സത്താവിശേഷങ്ങളെ അറിവിൻ്റെ രൂപത്തിൽ വെളിപ്പെടുത്തി അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ പ്രാപഞ്ചികമായ സർവത്തെയും കാര്യകാരണ ബന്ധം നോക്കി വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാറ്റിനും അടിസ്ഥാന സത്തയായും പൊരുളക സർവസ്വമായും വിരാജിക്കുന്ന പ്രഭാവമാണ് ദൈവം. അമേയമായ ആ പ്രഭാവത്തെ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന പദവി എന്ന് വാഴ്ത്തുവാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. വിശ്വാത്ഭുതങ്ങളുടെയെല്ലാം സത്താപ്പൊരുളായി വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരംപൊരുളിനെ സാക്ഷാത്കരിച്ച ഗുരുദേവൻ്റെ സ്വാനുഭവ സാക്ഷ്യമായി ഈ പ്രാർത്ഥനാ മന്ത്രത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.